എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള 1-2 സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാനും പിന്നെ മുൻപ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു 2 സാധനങ്ങളുടെ റിവ്യൂ പറയാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അത്യാവശ്യമാണോ എന്ന് വെച്ചാൽ അത്ര അത്യാവശ്യമൊന്നുമല്ല, എന്നാലും ഈ ഒരു സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ മീഷോയിൽ നിന്നാണ് ഞങ്ങൾ സാധാരണ ഓർഡർ ചെയ്യാറുള്ളത്. മീഷോയിലാണെങ്കിൽ കുറച്ച് വില കുറവിന് സാധനങ്ങളൊക്കെ കിട്ടും. ആമസോണിലാണെങ്കിലും ഈ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട്, പല റേറ്റിലുണ്ട്. പക്ഷേ അവിടെ കുറച്ച് വില കൂടുതലായിരിക്കും, പക്ഷേ ക്വാളിറ്റി ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീഷോയിലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സാധാരണക്കാരനൊക്കെ പറ്റിയിട്ട് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. കുറച്ച് വിലയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറേ ഉണ്ടാവും ഇതുപോലത്തെ പ്രൊഡക്റ്റ്. അതൊക്കെ നോക്കി നമുക്ക് അനുസരിച്ച് വിലയൊക്കെ നോക്കി അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ കുറച്ച് വില കുറവായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത്. ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ച് പൈസ കുറവും കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 500-നേക്കാൾ താഴെ വില വരുന്ന സാധനങ്ങളാണ് കേട്ടോ. കറക്റ്റ് പറയുന്നത് 200-ൻ്റെ അപ്പുറം കടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നാളായത് വാങ്ങിയിട്ട് വിലയൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിലയൊക്കെ നോക്കിയിട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ട്, കിച്ചണിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പറാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണിയുടെ പോലെ ഉണ്ട് ഈ ഒരു സംഭവം ഉണ്ടാവുക. പിന്നെ വലിയണൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കോംബോ ഓഫറിലും കിട്ടും. നമുക്ക് 1, 2, 3 അങ്ങനെയൊക്കെ ഉണ്ട്, പല റേറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് വാങ്ങിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് 100 ചില്ലറയ്ക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കുറച്ച് ഒരു 5-10 രൂപയൊക്കെ നമുക്ക് കുറവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റുകൾ തുടയ്ക്കാം, ഗ്യാസ് തുടയ്ക്കാം. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ടിഷ്യൂ പേപ്പർ പോലെ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ മുറിച്ചിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് 2-3 പ്രാവശ്യമൊക്കെ കഴുകി ഉണക്കി റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കഴുകിയിട്ട് നമുക്ക് വീണ്ടും ഒരെണ്ണം തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഐറ്റം. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് നമ്മളുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് പാത്രമൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറിൻ്റെ പകരം വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് 4 എണ്ണം ഇതാണ്, 4 ചെയ്താൽ മതി. ഇത് നമ്മളെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ വയ്ക്കുമ്പോൾ അത് നമുക്ക് കഴുകാനും വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അതിൻ്റെ ഉള്ളിൽ ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ടവല് പോലെ എടുത്തിട്ട് അങ്ങനെ കഴുകുകയും ചെയ്യാം, അങ്ങനെ പാത്രത്തിന് ഉറച്ച് കഴുകുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനത്തെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനും റേറ്റ് ഇച്ചിരി കുറവ് തന്നെയാണ് കേട്ടോ. ഞാനവിടെ കൊടുക്കാം. ഓർഡർ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ വിമിൻ്റെ ലിക്വിഡൊക്കെ ഒഴിച്ച് വയ്ക്കില്ലേ, അപ്പോൾ ആ ഒരു സാധനമാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സ്ക്രബ്ബറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ താണ്ടില്ലേ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് കണ്ട അതിൻ്റെ മുകളിൽ ഒരു ഇതൊക്കെ ഉണ്ട്, അങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഈ സ്പോഞ്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ അമക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരും. ഇത് നമ്മൾ പാത്രം കഴുകുക കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു, പപ്പായ സോപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊന്നും നമുക്ക് ഇതിൻ്റെ മോൾഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ വില കുറവില്ലേ നമുക്ക് കിട്ടിയപ്പോൾ ഏതായാലും വാങ്ങിച്ചതാണ്. പല ഷേപ്പിൻ്റെ ആയിട്ട് 4 എണ്ണം വന്നിട്ട് 2 എണ്ണത്തിൻ്റെ ഒരു കോംബോ ഓഫർ വന്നപ്പോൾ അങ്ങനെ വാങ്ങിച്ച് നോക്കിയതാണ്. സിലിക്കണിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. കുറച്ച് മുൻപായിട്ട് വാങ്ങിയിട്ടുള്ള 2 സാധനങ്ങളാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഒരെണ്ണം. ഇത് നമ്മളെ ചപ്പാത്തിയും പൂരിയും ഒക്കെ നമ്മൾ പരത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഇതിങ്ങനെ വിരിച്ചിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാം. അപ്പോൾ കൂടുതൽ നമുക്ക് എളുപ്പമാണ്. അപ്പം ഞാനൊക്കെ ആദ്യം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ വിമ്മൊക്കെ ഇട്ടിട്ട് ഒരു പാത്രം അവിടെ നന്നായി വൃത്തിയാക്കി കഴുകും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം ഇതിൽ തന്നെ പരത്തുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി ക്ലീൻ ആക്കാനായിട്ട് വളരെ എളുപ്പമാണ്. സിലിക്കണിൻ്റെ ആണ് കേട്ടത്. അപ്പോൾ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളാണ് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് പരത്താറുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് വെക്കുന്ന സമയത്തൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ബബിൾസ് ഒന്നും അടിയിൽ വരാത്ത സമയത്ത് പോലെ നല്ല പോലെ ഒന്ന് വെച്ച് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ചോപ്പറാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ.
ഈ ഒരു ചോപ്പറാണ് കേട്ടോ. ഇത് മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിയണ ഒരു ചോപ്പറാണ് കേട്ടോ. അപ്പോൾ മുന്നേ എൻ്റെ കയ്യിൽ ബട്ടർഫ്ലൈയുടെയും അതുപോലെ തന്നെ വേറൊരു കമ്പനിയുടെ പച്ച കുഞ്ഞിയതായിരുന്നു, 2 ഉണ്ടായിരുന്നു. രണ്ടും നല്ലൊരു സംഭവമായിരുന്നു. അങ്ങനെ വലിക്കണ ഒരു ടൈപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഞാൻ വലിയ കൂടിയിട്ട് തെറിച്ച് പോയിട്ട് വീണ് പൊട്ടി ആ പാത്രം. കുറേ നാൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ വലുതൊരെണ്ണം മേടിച്ചു. നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. അത് എൻ്റെ ചരട് പൊട്ടി. അപ്പോൾ പിന്നെ കുറേ റിപ്പയർ ചെയ്യാനൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനത്തെ മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് മേടിച്ചത്. പക്ഷേ ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ അമർത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല, കാരണം ഇത് നല്ലതാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഓർഡർ ചെയ്തിട്ട്. പക്ഷേ എനിക്ക് തീരെ പറ്റുന്നില്ല, കൈയൊക്കെ ഭയങ്കര വേദനയാവും. ഞാൻ നന്നായിട്ട് ഇങ്ങനെ അമർത്താം, പിന്നെ അതിൽ കുടുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ കയറിൻ്റെ തന്നെയാണ് നല്ലത് കേട്ടോ. അത് കുറച്ച് വെച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് കഷ്ണങ്ങളാക്കി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കയറി മീഷോയിലൊക്കെ കയറി അതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ച് നമ്മുടെ റേറ്റിന് പല റേറ്റിൻ്റെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടിച്ചെങ്കിൽ നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.